ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി വണ്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് അവിടെ തുടങ്ങാണ്. ഷോപ്പിംഗ് എന്ന് പേര് മാത്രം മതിട്ടാ, പയ്യത്തുന്ന പനയും തിന്നാം. അതിന് നമ്മള് പന തിന്നാനാണ് പോണത്. ഞാൻ ഉദ്ദേശിച്ചതേ കുറച്ച് മയത്തിലൊക്കെ ഊട്ടണോന്നാ, അല്ലാണ്ട് എന്റെ പോക്കറ്റ് കീറാനല്ല. ജിന്നേട്ടാ, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യൂ? ജിന്നേട്ടനാകെ ഉള്ള ഞങ്ങളല്ലേ ഉള്ളൂ. എന്തിനാ അധികം? ഇത്രയും പോരെ, മതി, നിർത്ത്. നമുക്ക് പോണേന്റെ ലിസ്റ്റ് വേണ്ടേ? അതേ, നമ്മളെ സെലിബ്രേഷന് പടക്കം വേണം. അത് ഞാൻ സെറ്റപ്പ് ചെയ്യാം. എവിടെ നിന്ന് നീ സെറ്റപ്പ് ചെയ്യും? അതാ നമ്മുടെ വീടിന്റെ പുറകേല് ഒരു ചേച്ചി ഇരുന്ന് വിളിച്ച് പറയൂലേ, അമിട്ട് അമിട്ടെന്ന്. ആ വീട്ടിലുണ്ട് അമിട്ട്. അപ്പൊ അവിടെ നിന്ന് വാങ്ങിക്കാം. ഇത്രയും നാൾ അവിടെ കടന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ദൈവമേ, തെല്ല് കൊള്ളാണ്ട് ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അതെ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ലിസ്റ്റ് ഇട്, എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. അതെ, കിടന്നുറങ്ങാനാർക്കെങ്കിൽ വീട്ടിൽ കിടന്നാ പോരായിരുന്ന? എന്തിനു ഇതില് വലിഞ്ഞെറിയത്? അമ്പടപ്പോളോ. അപ്പൊ എനിക്ക് വേണ്ട സാധനങ്ങൾ നീ എടുക്കോ? അതെ, ലിസ്റ്റിലേക്കുള്ളത് ആദ്യം ഞാൻ പറയാം. കേക്ക്. പറയ്. ഞാൻ അതല്ല പറഞ്ഞേ, കേക്ക്. ക്രിസ്മസ് കേക്ക്, പ്ലം, പുഡിങ്, പിന്നെ ക്രീം വേണമെങ്കിൽ മേടിക്കാം, പിന്നെ വൈന്, പിന്നെ കൂക്കി തിന്നോണ്ടിരുന്നാ മാത്രം മതിയാ. ഇത് വേറൊന്നുമില്ലല്ലോ. പിന്നെ ക്രിസ്മസ് ആന്ന് പറഞ്ഞ് തിന്നാണ്ട് കുടിക്കാണ്ടിരിക്കണം. രാത്രി ഫുള്ളി സ്റ്റോക്ക് തീർന്നാ വേറൊന്നുമില്ലേ? ഇനി ഞാൻ തന്നെ എഴുതിക്കോളാം. എഴുതണമെന്ന് ഇത്ര നിർബന്ധം ഉണ്ടാ? നമുക്ക് കാണുമ്പോ എടുത്താ പോരെ. നിനക്കപ്പൊ എല്ലാതും എടുക്കാൻ തോന്നിയാലാ ഞാൻ എന്ത് ചെയ്യും? ശരിയാ, നോട്ട് ദാറ്റ് പോയിന്റ്. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ഥലത്താറേ, ഒന്നുകൂടെ പറയാ, അവിടെ പല സാധനങ്ങളും ഉണ്ടാവും. എല്ലാത്തിനും ഒരു സെൽഫ് കൺട്രോൾ വേണം കേട്ടോ. ഓക്കേ, എത്തി, വാ പ്രവേശിക്കാം. അതേ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സുഖേട്ടാ, ലിസ്റ്റ് ഓക്കേ? എടാ, ഇവിടെ ഉള്ളതിൽ ഓരോന്ന് വെച്ചെടുത്താലാ? മോനെ ഹോപ്പേ, നിന്റെ ഒരു ബുദ്ധി. മര്യാദക്ക് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകില്ല ഞാൻ. ആരോ എന്നെ വിളിക്കുന്നു. പൊക്കോ പൊക്കോ, ഇതെടുക്ക. ഇതിന്റെ വില എത്രയാവോ? നീ വില ഒന്നും നോക്കണ്ടടാ, എടുത്തിട്. അതെ, ഇത്രയൊക്കെ നമ്മൾ എടുക്കണില്ലേ? എന്നത്തെ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ കൂടെ നമുക്ക് എടുക്കാൻ പാടില്ലേ? ആദ്യം ക്രിസ്മസ്, പിന്നെ ബർത്ത്ഡേ, അതല്ലേ നല്ലത് മുടിപ്പിക്കാനായിട്ട്. എന്നാ നമുക്ക് കിംച്ചി വേണം. കിംച്ചി എവിടെ? ദേടാ, അവിടെ ഉണ്ട്. വീട്ടാ, പോയിട്ടുണ്ടാ. ഈ ട്രോളി കൊണ്ട് നിറയണില്ലല്ലോ. നീയൊക്കെ കൂടി ഇതിനെ നിറയ്ക്കാൻ നോക്ക. എന്ത് വാട ഇത്? വന്നിട്ട് രണ്ടാമത്തെ ട്രോളിയാ. അതിനിവിടെ ഇത്ര സാധനങ്ങളുള്ളത് ഞങ്ങളുടെ കുഴപ്പ? ഒരിക്കലല്ല, എന്റെ കുഴപ്പാ. ഇതൊക്കെ അതൊക്കെ അവിടെ വെച്ചേ, അതിനൊക്കെ ഭയങ്കര വിലയാണ്. അതെന്താ എനിക്കും കൂടി എടുത്താല്? എന്റെ സെലിബ്രേഷനും കൂടി കൂടെ നടക്കൂലേ? എല്ലാരും മുക്കണ്ട പോലെ അപ്പൊ ഞാൻ മുക്കും. നോക്കിക്കോ. ആരെങ്കിലും എന്തെങ്കിലും കുടിക്കാൻ പാകത്തിന് എടുത്തിരുന്ന എടുക്ക്. ക്വാർട്ടർ കേട്ടോ. നമ്മള് ബിവറേജിലല്ല വന്നേക്കുന്നത്. ഏത് നേരത്താണോ ഈശ്വര ഇതിനെയും കൊണ്ടൊക്കെ വരാൻ തോന്നിയത്? ഇത് കളസങ്കീർണ മട്ട. ഇനിയും ക്രിസ്മസിന്റെ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. അതിനിപ്പോ വേറെ ദിവസം വരേണ്ടി വരും. അതെ, നമുക്ക് ഇത്രത്തിന്റെ ബില്ലിട്ട് നോക്കാം, എന്നിട്ടാക്കാം ബാക്കി. അതെ, കടയിലെ ചേട്ടാ, ഇതിന്റെ ഒരു ചെറിയ ബില്ലടിച്ചു തരുമോ? ഓക്കെ സാർ. സാറാ? നമ്മളേനാ? പുറകിലാരുമില്ല. ഏടാ നമ്മളേടാ. എടാ, എന്തായി? നിക്കണോ പോണോ? സാർ, ടോട്ടൽ 2,21,013 രൂപ. എത്ര? അതെ, ബില്ലടക്കുന്നത് ഈ ഏട്ടനാണ്ടാ. എടാ ദുഷ്ടന്മാരെ, ഇത് കൊടുക്കാനും മാത്രം എന്റെ കയ്യിലില്ല. പിന്നെ എന്ത് കാച്ചാനാ പോന്നേ? അതിന് നിങ്ങൾ ആരെങ്കിലും ഷെയർ ഇട്ട് സഹായിക്ക്, കൊടുക്കണ്ടേ? അപ്പൊ ജിന്നേട്ടനല്ലേ ഇന്നലെ പറഞ്ഞ ഫുൾ ചെലവ് ജിന്നേട്ടന്റെ വകയാന്ന്. അതുകൊണ്ട് ഞങ്ങളൊന്നും കൊണ്ടുവന്നില്ല. മിടുക്കൻ. എല്ലാം കൂടി അപ്പൊ എന്നെ വരാൻ ഇറങ്ങിയതല്ലേ? ഗുളികം പിടിച്ച സമയത്താണ് പറയാൻ തോന്നിയത്. ഇതൊക്കെ തിരിച്ചു കൊടുത്താ ജീവനായിട്ട് വീട്ടിലെത്താം, ഇല്ലെങ്കിൽ പഞ്ചറായിട്ട് എത്താം. മേടിച്ച സാധനം തിരിച്ചു കൊടുക്കണ്ട. ഞാൻ തരൂല എന്നാ എന്നെല്ലാം കൂടി കാലുടിക്ക്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് റോക്ക് പേപ്പർ കളിച്ചിട്ടേ തോക്കണ ആളെ കൊണ്ട് ബില്ലടപ്പിക്കാം. അതെങ്ങനെയുണ്ട്? വാവ്, ഇത്ര നല്ലൊരു ഐഡിയ ആർക്കും തോന്നിയില്ലല്ലോ. സുഖേട്ടൻ പെവർ. അതെ, എക്സ്ക്യൂസ് മീ കടയിലെ ചേട്ടാ, നമുക്കൊരു ഗെയിം കളിച്ചാലാ? ഒരു വെറൈറ്റിക്ക്. നിങ്ങളിവിടെ കാറ്റും കൊണ്ട് വെറുതെ ഇരിക്കല്ലേ? പിള്ളേരൊക്കെ ആയിട്ടൊന്ന് കളിക്ക്. കളി തോറ്റ കണ്ടീഷൻ ഉണ്ട്. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ അങ്ങ് എടുത്തോളണം. അപ്പൊ അതൊക്കെ തോറ്റിട്ട് പറഞ്ഞാ പോരെ? ഞങ്ങൾ സമ്മതിക്കാം. ഓക്കെ.
ആദ്യം വന്നത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കാശ് മുടക്കണ ആള് ജിന്നേട്ടൻ. ഓക്കെ, റോക്ക് പേപ്പർ സിസർ. റോക്ക് പേപ്പർ സിസർ. ഓ, റോക്ക് പേപ്പർ സിസർ. അടുത്ത ഞാൻ. റോക്ക് പേപ്പർ സിസർ. റോക്ക് പേപ്പർ സിസർ. റോക്ക് പേപ്പർ സിസർ. ഓ, രണ്ടെണ്ണത്തിന്റെ കയ്യിൽ നിന്ന് പോയി. ദൈവമേ, കാശ് കൊടുക്കേണ്ട ഒരു പാത്രം കഴുകാനാണെങ്കിൽ ഇത് ഹോട്ടലല്ലല്ലോ. ദൈവമേ, അടുത്തേലെങ്കിലും ഒന്ന് ജയിപ്പിക്കും. ഇനി ഈ കൂട്ടത്തിലെ മസിൽ മാൻ കുക്കി എന്ന ഞാൻ. പിടിച്ചോ. റോക്ക് പേപ്പർ സിസർ. ദൈവമേ, രസിക്കണേ. റോക്ക് പേപ്പർ സിസർ. കിട്ടിടാ. കണ്ടില്ലേ, ഞങ്ങൾ ജയിച്ച്. ഇനി കണ്ടീഷൻ. അതെ, ഞങ്ങളുടെ ബില്ല് നിങ്ങൾ പേ ചെയ്യണം. എന്ത്? എന്നിട്ടാ വാ പോവാ. ടാറ്റ ടാറ്റ. ഇനിയും വരാട്ടാ, നല്ല സ്നേഹമുള്ള ആൾക്കാര്. ഈശ്വര, ഇനി ഒരിക്കലും ഈറ്റങ്ങളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കല്ലേ. ഇപ്പോഴൊന്ന് സമാധാനായേ. നീയൊക്കെ കൂടി എന്താ കാട്ടിയ അവിടെ? അതിന് ദിന്നേട്ടന് കാശ് പോയില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി ദിന്നേട്ടന് ചെലവുണ്ട്. ഒരെണ്ണം പൊക്കൊന്നു. അങ്ങനെ ഒരു കളി അറിഞ്ഞൂടായിരുന്നെങ്കിലാ ആ ഹൈപ്പർ മാർക്കറ്റിൽ 7 ജോലിക്കാര് കൂടിയാണ്. അവര് പൊട്ടന്മാരായതുകൊണ്ട് ഇങ്ങനെയെങ്കിലും കിട്ടിയത്. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാണ്ട് അവരത് പൂട്ടും. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇത് കളിക്കാൻ വരും. വണ്ടി ഒന്ന് നിർത്തിയേ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇപ്പൊ ജിന്നേട്ട എവിടെ പോണു? നിങ്ങളുടെ കടയിൽ നിന്ന് പോണതാ നല്ലത്. ഞാൻ കുറച്ച് ശുദ്ധമായി ചോദിക്കട്ടെ.